ഹരിയും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീരാമ ഹൃദയത്തെക്കുറിച്ചാണ്. അധ്യാത്മ രാമായണത്തിൽ തുഞ്ചത്താചാര്യൻ ഒരുക്കി വെച്ചിട്ടുള്ള, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് ഇത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു സാക്ഷാത് ഹനുമാൻ സ്വാമിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ചെറിയ ഒരു ഉപദേശമാണ്. രാമന്റെ രഹസ്യത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. രാമന്റെ തത്വം അഭിവ്യക്തമാക്കുന്ന വിദ്യയായതുകൊണ്ട്, ആ രഹസ്യത്തെ പ്രദാനം ചെയ്യുന്ന വിദ്യയായതുകൊണ്ട് ഇതിനെ ശ്രീരാമ ഹൃദയം എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ ഒരു ഉപദേശം ഹനുമാൻ സ്വാമിക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഹനുമാൻ സ്വാമിക്ക് രാമന്റെ രഹസ്യം നന്നായി അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിദ്യ കിട്ടണമെങ്കിൽ ഭക്തോത്തമനായിരിക്കണം. ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിയവൻ മാത്രമേ ഇതിന് യോഗ്യനാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും യോഗ്യനായവൻ ഹനുമാൻ സ്വാമിയാണ്. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കൂ. അദ്ദേഹത്തിന് മാത്രമേ ഇതിന്റെ പാത്രമാവാൻ സാധിക്കൂ. അത് മനസ്സിലാക്കിയിട്ടാണ് രാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിന് ഇത് കൊടുത്തത്. അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ രാമന്റെ ഉദ്ദേശം അദ്ദേഹത്തെ ഒരു നിമിത്തമാക്കുക എന്നാണ്. അദ്ദേഹത്തിലൂടെ ലോകത്തിലുള്ള എല്ലാ ഭക്തരിലേക്കും ഇതെത്തണം. അതിനുവേണ്ടിയാണ്. അപ്പൊ ഹനുമാനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഈ ഉപദേശം കൊടുക്കുകയാണ്. അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ച പോലെ ഇവിടെ ഹനുമാനെ നിമിത്തമാക്കി ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഉപദേശിക്കുകയാണ്. തൻ്റെ തന്നെ രഹസ്യത്തെ വ്യക്തമാക്കുകയാണ്. അധ്യാത്മ രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ഒരുക്കി വെക്കാനുള്ള കാരണം, അധ്യാത്മ രാമായണം രാമോപാസനയാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നമ്മൾ ഭജിക്കുകയാണ് ഇത് പാരായണം ചെയ്യുന്നതിലൂടെ. രാമനെ ഭജിക്കണമെങ്കിൽ രാമതത്വം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ രാമഹൃദയം വെച്ചിട്ടുള്ളത്. ഇത് നന്നായി മനനം ചെയ്ത് ഇതിന്റെ സാരത്തെ ഉൾക്കൊണ്ടാൽ രാമന്റെ രഹസ്യം എന്താണെന്ന് നമ്മുടെ മനസ്സിൽ തെളിയും. ആ ഒരു ബോധത്തോടു കൂടി മാത്രമേ നമുക്ക് രാമനെ ഉപാസിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഈ അധ്യാത്മ രാമായണം പാരായണം ചെയ്യാൻ. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പാരായണം ചെയ്യുന്നവരെല്ലാം മനനം ചെയ്യേണ്ട ഒരു ഭാഗമാണ് ശ്രീരാമ ഹൃദയം എന്നുള്ളത്. ചെറിയ ഒരു ഭാഗമാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് പാരായണം ചെയ്ത് ഇതിൻ്റെ സാരത്തെ ചെറുതായിട്ടൊന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്ങൾ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം. നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ. സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ. തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. മദ്ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിത്. ഒരു നാളും മദ്ഭക്തിഹീനന്മാരായി മേ വീടും. നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശം മില്ലിതിന്മീതേയൊന്നും. ഓം. ഇതാണ് ശ്രീരാമ ഹൃദയം. ഇവിടെ ആദ്യം തന്നെ രാമചന്ദ്ര മഹാപ്രഭു പറയുകയാണ്, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. ഒരു ഭക്തൻ, സാധകൻ തൻ്റെ ചുറ്റുപാടിനെയും നിരീക്ഷിക്കുകയാണ്. അവൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. രാമനെയാണ് അവൻ ലക്ഷ്യമാക്കുന്നത്. പക്ഷെ അവന് രാമനെ അറിയുകയില്ല. അപ്പൊ അവൻ തൻ്റെ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് അവൻ കാണുന്നത് ഇവിടെ പല ശരീരങ്ങളുണ്ട്, പലതുണ്ട്, നാനാത്വമുണ്ട്. ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലും ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഒരു ബോധം, ഒരു ചൈതന്യം ഉണ്ട്. തൻ്റെ ദേഹത്തെ തന്നെ നോക്കിയാൽ അവിടെ ശരീരം, മനസ്സ്, ബുദ്ധി എന്ന 3 തലമുണ്ട്. മൂന്നിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വസ്തുവും ഉണ്ട്. അതാണ് ശുദ്ധമായ ബോധം, ചൈതന്യം. അപ്പൊ അത് തൻ്റെ ദേഹത്തിന്റെ ഉള്ളിലാണെന്ന് അവൻ ഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ദേഹത്തിന്റെ ഉള്ളിൽ ഈ ഒരു ചൈതന്യം ഉണ്ടെന്ന് അവൻ അറിയുന്നു.
അപ്പൊ തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിനെ ഞാൻ എന്ന ഭാവത്തിൽ ഗ്രഹിക്കുന്നു. അതിനെയാണ് ആത്മാ എന്ന് വിളിക്കുന്നത്. അത് തൻ്റെ ഒരു ശരീരത്തിൽ പരിമിതമായി നിൽക്കുന്നത് കൊണ്ട് അതിനെ ജീവാത്മാ എന്ന് വിളിക്കുന്നു. അതായത് ഇതിന് ജീവൻ പ്രദാനം ചെയ്യുന്ന ചൈതന്യമായതുകൊണ്ട് ജീവാത്മാ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ തൻ്റെ ഉള്ളിൽ ഒരു ജീവാത്മാവുണ്ട്, തനിക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലും ഓരോരോ ജീവാത്മാക്കളുണ്ട്. ഇതവൻ കാണുകയാണ്. ഈ ഒരു കാഴ്ചയിലാണ് അവൻ നിൽക്കുന്നത്. പരമാത്മാവായ ഏതോ ഒരു വസ്തു ഉണ്ടോ എന്നവൻ അറിയില്ല. അങ്ങനെ നിൽക്കുന്ന അവനോട് ഇവിടെ ഗുരു തുല്യനായിട്ടുള്ള രാമചന്ദ്ര മഹാപ്രഭു പറയുകയാണ്, നീ ഈ കാണുന്ന ജീവാത്മാക്കളെല്ലാം പ്രതിബിംബമാണ്. പ്രതിബിംബമാണെന്ന് പറയുമ്പോൾ ഏതോ ഒരു ബിംബത്തിന്റെ പ്രതിബിംബമല്ലേ ഇതാവുക? ആ ബിംബം ഏതാണ് എന്ന ചോദ്യം വരും. അതിന് മറുപടിയായി പറയുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം. പരമാത്മാവുണ്ട്, ആ പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. ജീവാത്മാവിന്റെ സ്വരൂപം എന്താ? ബോധമാണ്. അപ്പൊ പരമാത്മാവിന്റെ സ്വരൂപമോ ബോധം തന്നെയാണ്. കാരണം പ്രതിബിംബം ബിംബത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിവിടെ കാണിക്കുന്നത് അതിന്റെ ലക്ഷണമാണ്. അപ്പൊ അത് ശുദ്ധമായ ബോധമാണ്. ഇവിടെ ദേഹത്തിന്റെ അകത്ത് എന്നുള്ള ഒരു ഭാവമുണ്ട്, അവിടെ അതില്ല. അതുകൊണ്ട് അത് പരമമാണ്. എല്ലാത്തിനെയും തരണം ചെയ്ത് നിൽക്കുന്ന പരിമിതി ഇല്ലാത്ത ബോധം, പരിശുദ്ധമായ ബോധം, അത് പരമാത്മാവ്. അത് പരിമിതികളിൽ ശോഭിക്കുമ്പോൾ, പ്രതിബിംബിക്കുമ്പോൾ ജീവാത്മാവായിട്ട് കാണപ്പെടുന്നു. ഇതാണ് ആദ്യം തന്നെ രാമചന്ദ്ര മഹാപ്രഭു പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവാത്മാവാണെന്ന് ധരിക്കുമ്പോൾ നമ്മൾ പ്രതിബിംബം മാത്രമാണ്. ആരുടെ പ്രതിബിംബം എന്ന് ചോദിച്ചാൽ പരമാത്മാവിന്റെ പ്രതിബിംബമാണ്. അപ്പൊ പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ ആ പ്രതിബിംബിക്കുന്നത് എന്തിലാണ്? ഒരു കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു പറയുമ്പോൾ അവിടെ ഒരു കണ്ണാടിയുണ്ട്. അപ്പൊ ഇവിടെ എന്തിലാണ് പ്രതിബിംബിക്കുന്നത് എന്ന ചോദ്യം വരും. അതിന് മറുപടിയായി പറയുന്നു, തേജോരൂപിണിയാകും എന്നുടെ മായതങ്ങൾ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഇത് കാണപ്പെടുന്നത്, അല്ലയോ കപിവര, ശ്രേഷ്ഠനായ വാനര, അതായത് ഹനുമാൻ സ്വാമിയെ വിളിക്കുകയാണ്. ഇത് കാണപ്പെടുന്നത് തേജോരൂപിണിയാകും എന്നുടെ മായതങ്ങൾ, എൻ്റെ മായയിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ മായ എങ്ങനെയുള്ളതാണ്? തേജോരൂപിണിയാണ്. എൻ്റെ തന്നെ തേജസ്സാണ് മായ. അപ്പൊ അഗ്നിക്ക് പ്രകാശമുണ്ടെന്ന് പറഞ്ഞു. പ്രകാശത്തെ എടുത്തു മാറ്റിയാൽ അഗ്നിയുണ്ടോ? ഇല്ല. അപ്പൊ അഗ്നിയുടെ ഗുണം തന്നെയാണ് പ്രകാശം. അതുപോലെ എൻ്റെ ഗുണമാണ്, എൻ്റെ തേജസ്സാണ് മായ. ഇത് തുടക്കത്തിൽ ധ്യാനിക്കാൻ വേണ്ടി മാത്രമാണ്. പരമാർത്ഥ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാക്കുകളെല്ലാം കൊഴിഞ്ഞുപോയി അവിടെ ഏകം അദ്വിതീയമായ ബോധം മാത്രമേ ഉള്ളൂ. അവിടെ ഇതിനൊന്നും പ്രസക്തിയില്ല. പക്ഷെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ചില വാക്കുകൾ നൽകുകയാണ്. അപ്പൊ മായയെ എൻ്റെ തേജസ്സായിട്ട് കാണുക. അപ്പൊ ഒരു സൂര്യനായിട്ട് എന്നെ സങ്കല്പിച്ചാൽ സൂര്യന്റെ തേജസ് ഇങ്ങനെ ജ്വലിക്കുന്ന പോലെ എൻ്റെ തേജസ് ജ്വലിക്കുന്നു, അത് മായയാണ്. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നൊരർത്ഥമുണ്ട്. യാ മാ സാ മായ എന്ന്. അതുപോലെ മീയത്തെ, അളക്കപ്പെടുന്നത്, അളക്കാൻ സഹായിക്കുന്നത് എന്ന അർത്ഥവും അതിനുണ്ട്. അപ്പൊ അളക്കാൻ സഹായിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേശം കാലം എന്ന പരിമിതിയിൽ നിൽക്കുന്നത്. ദേശബോധമുണ്ട് മായയിൽ, കാലബോധമുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുണ്ട്, അത് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല. ഒരു സമയത്തുണ്ട്, അത് മറ്റ് സമയങ്ങളിൽ ഇല്ല. ഇങ്ങനെയുള്ള അളവ് അതിനുണ്ട്. അതുകൊണ്ട് അളക്കപ്പെടുന്നത് കൊണ്ട് മായയാണ്. സൂക്ഷ്മമായി നോക്കിയാൽ അതില്ലാത്തതാണ്. ഇപ്പൊ ഇവിടെ പലതുണ്ടെന്ന് നമ്മൾ പറയുന്നു. ആ പരമമായ ബോധത്തിലേക്ക് നമ്മൾ ഉണർന്നാലോ ഇതില്ല. അപ്പൊ ഇല്ലാത്തതാണ് പരമാർത്ഥത്തിൽ നോക്കുമ്പോൾ, അതുകൊണ്ടും മായയാണ്. അപ്പൊ എൻ്റെ തേജസ്സാണ്, ആ തേജസ്സിൽ ഞാൻ തന്നെ പ്രതിബിംബിക്കുന്നു. ഇനി ഈ പ്രതിബിംബം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമേലയോ കണ്ടാലും അതുപോലെ. ഭൂമിയിൽ ഒരുപാട് ജലാശയങ്ങളുണ്ട്, നദികളുണ്ട്, തടാകങ്ങളുണ്ട്, കിണറുകളുണ്ട്, പലതരം ജലാശയങ്ങളുണ്ട്. ജലം കെട്ടി നിൽക്കുന്ന ഇടങ്ങളാണ്. അങ്ങനെയുള്ള ജലാശയങ്ങളിൽ മുഴുവൻ നീ നോക്കിയാൽ നിനക്ക് ഒരേ ഒരു ആകാശത്തെ കാണാൻ പറ്റും. മുകളിലുള്ള മഹാകാശത്തിന്റെ പ്രതിബിംബം നിനക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് പരമാത്മാവിന്റെ പ്രതിബിംബം ജീവാത്മാവായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ഒരു ജലാശയം വളരെയധികം കലർപ്പുള്ളതാണെങ്കിൽ അവിടെ ആകാശവും കലർപ്പുള്ളതായിട്ട് പ്രതിബിംബിക്കപ്പെടും. ഒരു ജലാശയം വളരെ സ്വച്ഛമാണെങ്കിൽ അവിടെ ആകാശവും സ്വച്ഛമായി കാണപ്പെടും. ഒരു ജലാശയം വളരെയധികം ഇളകി മറിയുകയാണെങ്കിൽ അവിടെ ആകാശവും ഇളകി മറിയുന്നതായിട്ട് കാണപ്പെടും. ഒരു ജലാശയം വളരെ നിശ്ചലമാണെങ്കിൽ അവിടെ ആകാശവും നിശ്ചലമായി കാണപ്പെടും. ആകാശത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ഒരുപോലെ ആകാശം ശോഭിക്കുന്നു. പക്ഷെ ജലാശയത്തിന്റെ പ്രതലത്തിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ആകാശത്തിന്റെ പ്രതിബിംബത്തിലും വ്യത്യാസമുണ്ടാകുന്നു.
അപ്പോൾ പരമാത്മാവ് ഒരേ വസ്തു, ജീവാത്മാവിന് ഭേദമുണ്ട്. ഈ ഭേദമുണ്ടാകുന്നത് അത് പ്രതിബിംബിക്കുന്ന തലത്തിന്റെ ഭേദത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരേ പരമാത്മാവാണ് രാമന്റെ ഉള്ളിലും ശോഭിക്കുന്നത്, രാവണന്റെ ഉള്ളിലും ശോഭിക്കുന്നത്. രാമന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിനെ അവിടെ ജീവാത്മാവ് പ്രതിഫലിക്കുന്നു, രാവണന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിനെ അവിടെ പ്രതിഫലിക്കുന്നു. അപ്പോൾ ഭേദമുണ്ടാകുന്നത് വസ്തുവിന്റെ ഭേദം, ആ പ്രതിബിംബിക്കുന്ന വസ്തുവിന്റെ ഭേദം കൊണ്ടാണ്. ജലാശയത്തിന്റെ ഭേദം കൊണ്ട് ആകാശത്തിന് ഭേദം സംഭവിക്കുന്ന പോലെ വ്യക്തിത്വങ്ങളുടെ ഭേദം കൊണ്ട് ആ ഏകവസ്തുവിന് ഭേദം സംഭവിക്കുന്നു. വാസ്തവത്തിൽ അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് മഹാസാധുവായിട്ട് അത് പ്രകാശിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മഹാദുഷ്ടനായിട്ട് പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ അത് സാധുവുമല്ല, ദുഷ്ടനുമല്ല, നിർവികാരമായ വസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉദാഹരണമായിട്ട് ജലാശയത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ പ്രതിബിംബിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുണ്ട് എന്നൊരു അനുമാനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ആകാശത്തെ പ്രതിബിംബിക്കുന്ന ജലാശയം ഉണ്ടാവണം. അപ്പൊ മായയെ അതുപോലെ നമ്മൾ ഭഗവാന്റെ തേജസ്സായിട്ട് കാണുകയാണ്. അപ്പൊ മായയെ തേജസ് എന്ന് പറയാനുള്ള കാരണം ഭഗവാനിൽ നിന്നും ഭിന്നത അതിന് കൽപ്പിക്കാൻ പാടില്ല. ഭിന്നമായി നമ്മൾ കാണുന്നു. ഇപ്പൊ ജലാശയം ഭിന്നമാണ് ആകാശത്തിൽ നിന്നും, അതുപോലെ ഭഗവാനിൽ നിന്നും ഭിന്നമായ ഒന്നാണ് മായ എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അത് ഭിന്നമാണോ? അല്ല, ഭഗവാന്റെ തന്നെ ഗുണമാണ്. അപ്പോൾ സൂര്യന്റെ തേജസ് പോലെ, അഗ്നിയുടെ പ്രകാശം പോലെ പരമാത്മാവിൽ മായ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ അനുമാനിക്കുകയാണ് സാധനയ്ക്ക് വേണ്ടി. പരമാർത്ഥ തലത്തിലെത്തുമ്പോൾ ഈ പറച്ചിലുകൾ ഒന്നും പിന്നെ പ്രസക്തമാവില്ല. കാരണം അവിടെ ഏകമേവാദ്വിതീയം എന്ന ബോധം മാത്രമാണ് ഉള്ളത്. ആദ്യം പറഞ്ഞു പ്രതിബിംബമാണ്, മായയിലാണ് പ്രതിബിംബിക്കുന്നത്. ഉദാഹരണമായിട്ട് ജലാശയത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നു, സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതു സഖേ. ഇനി പരമാത്മാവിന്റെ സ്വരൂപം വർണ്ണിക്കുകയാണ്. ഇതെല്ലാം പ്രതിബിംബമാണ്, മായയിലാണ് ഇതുള്ളത് എന്ന് പറഞ്ഞു. ഇനി മായയ്ക്ക് അതീതമായി നിൽക്കുന്ന, മായയുടെ ഉറവിടമായി നിൽക്കുന്ന ആ പരമാത്മ വസ്തുവിനെ പറയുകയാണ്. അത് സാക്ഷാത് പരബ്രഹ്മമാണ്. പരമാത്മാവ് എന്ന് വിളിക്കുന്നത് പരബ്രഹ്മമാണ്. വലുതായത് എന്നർത്ഥത്തിലാണ് ബ്രഹ്മശബ്ദം വരുന്നത്. വലുതായത് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അതീതമായി നിൽക്കുന്നത്, പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ച് അതിനെയും അതിക്രമിച്ച് നിൽക്കുന്ന വസ്തു. അപ്പൊ വാസ്തവത്തിൽ പ്രപഞ്ചം തന്നെ അതിൻ്റെ ഉള്ളിലാണ്. അത് പ്രപഞ്ചത്തിനെയും അധികരിച്ച് നിൽക്കുന്ന പൊരുളാണ്. അതുകൊണ്ട് പരബ്രഹ്മമാണ്. ഇനി ഇതെല്ലാം ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടും അത് പരബ്രഹ്മമാണ്. ആ പരമാത്മാവ് സാക്ഷിയായുള്ള ബിംബമാണ്, എല്ലാം കാണുന്നവനാണ്. ഇപ്പൊ ലോകം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ എന്ന് പുരാണങ്ങൾ പറയുമ്പോൾ അവിടെ എപ്പോഴും പറയുന്നൊരു കാര്യം ഈക്ഷണമാണ്. ഭഗവാൻ നോക്കി, ആ ഒരു ക്രിയ കൊണ്ടാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് പറയും. ലോകം എന്ന വാക്കിന് കാണപ്പെടുന്നത് എന്നർത്ഥമുണ്ട്. ആ ധാതുവിന് അങ്ങനെ നമുക്ക് അർത്ഥം കിട്ടും. അപ്പൊ കാണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് ഭേദമുണ്ടാകുന്നത്, പലതും ഉണ്ടാകുന്നത്. ഞാൻ ഈ കാഴ്ച എന്ന് പറയുന്ന പുറത്തേക്കുള്ള നോട്ടം നിർത്തി ഞാൻ എന്നെ തന്നെ അറിഞ്ഞു നിന്നാൽ ഇവിടെ ഇതൊന്നുമില്ല. ഇപ്പോൾ ഈ നിമിഷവും ഇവിടെ പരമാത്മ വസ്തു മാത്രമേ ഉള്ളൂ, മറ്റേതൊന്നുമില്ല. പക്ഷെ ഇതിനെ ഞാൻ കാണുന്ന സമയത്ത് ഇത് പലതും ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷണമാണ് സൃഷ്ടിയുടെ തുടക്കം എന്ന് പുരാണങ്ങളിൽ പറയും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സാക്ഷിയായുള്ള ബിംബമാണ് അത്, സാക്ഷിയാണ്. അത് കാണുന്നത് കൊണ്ടാണ് പലതുണ്ടാവുന്നത്. അത് ആ നോട്ടം നിർത്തിയാൽ, അത് തന്നിൽ തന്നെ രമിക്കാൻ തുടങ്ങിയാൽ ഇതില്ലാതെയായി. അപ്പൊ ലോകം ഉദ്ഭവിക്കുന്നത് അതിന്റെ സാക്ഷിഭാവത്തിലും, ആ സാക്ഷിഭാവം ലയിക്കുമ്പോൾ ലോകവും ലയിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ ലോകം ഉദ്ഭവിക്കുന്നുമില്ല, ലയിക്കുന്നുമില്ല, അതിന്റെ നോട്ടത്തിൽ ഉള്ളതുപോലെ തോന്നുകയാണ്. അതുകൊണ്ട് സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. സഖേ എന്ന് ഹനുമാൻ സ്വാമിയെ വിളിക്കുകയാണല്ലയോ സുഹൃത്തെ. അത് നിശ്ചലമാണ്, അതിനൊരു ഇളക്കവുമില്ല. നമ്മൾ ഇവിടെ കാണുന്ന വസ്തുക്കൾക്കൊക്കെ എപ്പോഴും ഇളക്കമുണ്ട്, പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ക്ഷണം പോലും ചലനമില്ലാതെ നിൽക്കാൻ ഇവിടെ ഒന്നിനും സാധിക്കുകയില്ല. ഇപ്പൊ നിശ്ചലം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പോലും നമ്മൾ സൂക്ഷ്മതലത്തിൽ പോയി നോക്കിയാൽ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്മാത്രകളുടെ ചലനം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വസ്തുവിന്റെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ജീവാത്മാക്കളുടെ എല്ലാം ഭാവം അങ്ങനെയാണെന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ അതിന്റെ സാക്ഷിയായിരിക്കുന്ന വസ്തുവാണ് പരമാത്മാവെന്നും അതിന് ചലനമില്ല എന്നും, അതൊരു കാലത്തും ഇളകുന്നില്ല. അപ്പോൾ ഒരു ദേഹത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചു എന്ന് നമ്മൾ വ്യാവഹാരികമായിട്ട് പറയും. അപ്പൊ അവിടെ വാസ്തവത്തിൽ ഒരു പ്രവേശം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ചലനമില്ല. ചലനമില്ലാത്ത നിശ്ചലമായ സാക്ഷിയായുള്ള ബിംബമാണ് അത്.
അപ്പൊ ഇവിടെ പരമാത്മാവിന്റെ രഹസ്യം പറഞ്ഞു, അതിന്റെ പ്രതിബിംബമാണ് ജീവാത്മാക്കൾ എന്ന് പറഞ്ഞു, അത് പ്രതിബിംബിക്കുന്നത് മായയിലാണെന്ന് പറഞ്ഞു, ആ മായ പരമാത്മാവിന്റെ തന്നെ തേജസ്സാണെന്ന് പറഞ്ഞു. അതിനുദാഹരണമായിട്ട് ജലാശയത്തെയും ആകാശത്തെയും പറഞ്ഞു. അത് കഴിഞ്ഞ് തുടരുകയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞീടാം ആചാര്യ കാരുണ്യത്താൽ. ഇത് പറഞ്ഞു, ഇത് പറഞ്ഞത് നമുക്ക് അനുഭവമാവണം, അപ്പോഴേ ഇത് ഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റൂ. ആ അനുഭവം നേടാൻ നമ്മൾ എന്തു ചെയ്യണം? രാമൻ പറഞ്ഞ കാര്യം ബുദ്ധിപരമായി ഗ്രഹിച്ചുവെങ്കിലും അതിനെ അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് രാമചന്ദ്ര മഹാപ്രഭു തന്നെ മറുപടി പറയുകയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു. തത്വമസി ആദി, ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവ. അപ്പൊ തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളെ കൊണ്ട്, അതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് തത്വത്തെ അറിഞ്ഞിടാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ മഹാവാക്യങ്ങളുടെ തത്വത്തെ അറിയണം. ഇവിടെ പറഞ്ഞിട്ടുള്ള മഹാവാക്യം തത്വമസിയാണ്. അത് നീ ആകുന്നു. അത് എന്ന് പറയുന്നത് പരമാത്മാവ്, നീ എന്ന് പറയുന്നത് ജീവാത്മാവ്. അത് നീ ആകുന്നു എന്ന് പറയുമ്പോൾ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. കാരണം ജീവാത്മഭാവത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് വെറും പ്രതിബിംബമാണ്, അതിന്റെ ബിംബമാണ് പരമാത്മാവ്. അപ്പോൾ ഇത് അതാണെന്ന് തിരിച്ചറിയുക, ഇതാണ് തത്വമസി. അതുപോലെ തന്നെ പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെ മഹാവാക്യങ്ങളാണ്. പ്രധാനമായും 4 പറയും, പക്ഷെ മറ്റു മഹാവാക്യങ്ങളും ഉണ്ട്. ഈ മഹാവാക്യങ്ങളെ മുഴുവൻ നമുക്ക് ലഭിക്കുന്നത് ഉപനിഷത്തിൽ നിന്നാണ്. അപ്പൊ ഇവിടെ മഹാവാക്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപനിഷത്തിനെ തന്നെ എടുക്കാം, വേദാന്തത്തെ തന്നെ എടുക്കാം. ആ വേദാന്തത്തിന്റെ മഹാവാക്യങ്ങളുടെ അർത്ഥത്തെ നമ്മൾ ഗ്രഹിച്ചാൽ തത്വത്തെ അറിഞ്ഞിടാം. അപ്പോൾ നമുക്ക് മമ തത്വത്തെ അറിഞ്ഞിടാം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ സത്യം എന്താണ്, അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണ്, അദ്ദേഹത്തിന്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് അറിയാനായിട്ട് നമ്മൾ ഈ മഹാവാക്യങ്ങളെ മനനം ചെയ്താൽ മതി. അയമാത്മാ ബ്രഹ്മ, തത്വമസി, അതുപോലെ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളെ നമ്മൾ മനനം ചെയ്താൽ മതി. ഒന്നും കൂടി വിപുലീകരിച്ച് പറഞ്ഞാൽ ഉപനിഷദ് അർത്ഥങ്ങളെ നമ്മൾ മനനം ചെയ്താൽ മതി. അതിന്റെ സാരത്തെ ഗ്രഹിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ രഹസ്യം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ അത് എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം വന്നു. തത്വമസി എന്നുള്ള അർത്ഥമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് സ്വയം ചെയ്താൽ സാധിക്കുമോ? ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് പറയുന്നു ആചാര്യ കാരുണ്യത്താൽ അറിഞ്ഞിടാം. ആചാര്യന്റെ കാരുണ്യം കൊണ്ട് അറിയാം. ഇതിനെ ഗ്രഹിച്ചവന് മാത്രമേ ഇത് അഭിവ്യക്തമാക്കാൻ പറ്റൂ. അപ്പൊ ശാസ്ത്രത്തിൽ ഒരുപാട് വരികൾ ഉണ്ടാവും. അത് ഗ്രഹിക്കണമെങ്കിൽ അതിനെ ദർശിച്ചിട്ടുള്ള, അതെന്തിനെ പ്രതിപാദിക്കുന്നുവോ അതിനെ ദർശിച്ചിട്ടുള്ള ഒരു മഹാപുരുഷന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. അദ്ദേഹത്തെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. നമ്മുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ടും ഏറ്റവും ഉയരത്തിലുള്ളവനായതുകൊണ്ടും അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹത്തിന്റെ വലുപ്പത്തെ, ആ ഭാരത്തെയാണ് ഗുരുത്വം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഗുരുവായിരിക്കുന്ന ആ ആചാര്യനിൽ നിന്നും നമ്മൾ ഉപദേശത്തെ സ്വീകരിക്കണം. അപ്പോൾ ഭഗവാനെ അറിയാൻ നമുക്ക് ഗുരുപദേശം കൂടിയേ തീരൂ. അപ്പൊ ആദ്യം സാധകനാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണം. ഞാൻ ജീവാത്മാവാണെന്നും വാസ്തവത്തിൽ ഞാൻ പരമാത്മാവിന്റെ പ്രതിബിംബമാണെന്നും എനിക്കറിയേണ്ടത് എൻ്റെ സ്വരൂപമായ പരമാത്മബോധം തന്നെയാണെന്നും മനസ്സിലാക്കി അതിനെ സാക്ഷാത്കരിക്കാനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വേദാന്തത്തിന്റെ സാരം ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കണം. അത് ഗ്രഹിക്കാൻ ഞാൻ ചെയ്യേണ്ടത് നല്ല ഒരു ഗുരുവിനെ സമീപിക്കുക എന്നുള്ള കാര്യമാണ്. ആരാണ് ഗുരു? ഇതിനെ അറിഞ്ഞിട്ടുള്ളവൻ, ശാസ്ത്രത്തിൽ അവഗാഹമുള്ളവൻ. സത്യത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ശാസ്ത്രത്തിൽ അവഗാഹവും ഉണ്ടാവണം. കാരണം സത്യത്തെ വ്യക്തമാക്കാൻ ശാസ്ത്രത്തെ ഉപയോഗിക്കണം. അപ്പൊ ശാസ്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ആചാര്യനെ സമീപിച്ചാൽ ആ ആചാര്യന്റെ കാരുണ്യത്താൽ, കാരണം പരമാത്മബോധം സിദ്ധിച്ചിട്ടുള്ളവന് ഇതെല്ലാം മായയാണ്, ഇല്ലാത്തതാണ്. അപ്പൊ ഇതിൽ ഇടപെടേണ്ട ആവശ്യം പോലും അദ്ദേഹത്തിനില്ല. എന്നിരുന്നാലും ഇതിൽ പെട്ടുപോയിട്ടുള്ള തൻ്റെ തന്നെ പ്രതിബിംബമായി നിൽക്കുന്നവർക്ക് സഹായം ചെയ്യണമെന്നുള്ള കാരുണ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഗുരുവായിട്ട് ഭവിക്കുന്നത്. ഒരുവന് മാർഗദർശിയാകുമ്പോഴാണ് അദ്ദേഹം ഗുരുവാകുന്നത്. അപ്പൊ ആ ഗുരുവെന്ന ഭാവം സ്വീകരിക്കുകയാണ് പരോപകാരാർത്ഥം. അതുകൊണ്ടാണ് ആചാര്യ കാരുണ്യത്താൽ എന്ന് എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന്റെ കാരുണ്യമാണ്. തനിക്കൊന്നും കിട്ടുകയില്ല ആ ഒരു പ്രവൃത്തി കൊണ്ട്, പക്ഷെ ലോകത്തിന് മംഗളം ഉണ്ടാകുമെന്നുള്ള സദ്വിചാരം കൊണ്ട് അദ്ദേഹം ഈ തത്വത്തെ നമുക്ക് ഉപദേശിക്കും. അപ്പൊ ഈ തത്വം അദ്ദേഹത്തിന്റെ ഗുരുപദേശത്തിലൂടെ വേണം നമ്മൾ സ്വീകരിക്കാൻ എന്നിവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് തുടരുകയാണ്. മദ്ഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും.
ആചാര്യനെ സമീപിച്ചാൽ നമുക്ക് എന്താണ് ഗുണം? അതാണ് ചോദ്യം. അതിനുള്ള മറുപടി പറയുന്നു, മദ്ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ. ആചാര്യനെ സമീപിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് മദ്ഭക്തനാവുക എന്നുള്ളതാണ്. ഭക്തിയുള്ളവന് മാത്രമേ ഭഗവത് പ്രാപ്തിയുള്ളൂ. ഭക്തിയില്ലാതെ അത് ലഭിക്കുകയില്ല. അപ്പോൾ ആചാര്യനെ സമീപിക്കുമ്പോൾ പോലും അകത്ത് ഭക്തി ഉണ്ടാവണം, ആചാര്യനോടും ഉണ്ടാവണം. ആചാര്യനിലൂടെ ആ പരമവസ്തുവായ പരബ്രഹ്മത്തിലും നമുക്ക് ഉപാസന ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഭക്തിയുള്ള ആള് ആചാര്യനെ സമീപിച്ച് ആചാര്യന്റെ അനുഗ്രഹത്തോടുകൂടി എന്നിലുള്ള ഭക്തിയെ സേവിച്ചുകൊണ്ട് അവൻ പദം അറിയുമ്പോൾ, എൻ്റെ പരമമായ ഭാവത്തെ തിരിച്ചറിയുമ്പോൾ, അപ്പോൾ ആചാര്യന്റെ അടുത്ത് ചെന്ന് ആചാര്യനോട് ഭക്തി കാണിച്ചുകൊണ്ട് ആചാര്യനിൽ നിന്നും ഈ തത്വം ഗ്രഹിച്ച് ആ തത്വസ്വരൂപനായ എന്നോട് ഭക്തിയൂട്ടി ഉറപ്പിച്ച് എന്നെ ഭക്തിയോടുകൂടി ഉപാസിച്ച് എൻ്റെ രഹസ്യത്തെ ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിച്ചാൽ, അതാണ് മദ്ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ, എൻ്റെ പൊരുൾ എന്താണ്, എൻ്റെ തലം എന്താണെന്ന് അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. അവന് എൻ്റെ ഭാവം ലഭിക്കും. ഏതാണ് എൻ്റെ ഭാവം? പരമാത്മഭാവം, നിശ്ചലഭാവം, സാക്ഷിഭാവം. ആ ഭാവം അവന് ലഭിക്കും. ഗുരു ആ ഭാവത്തെ നേടിയവനാണ്. അപ്പൊ ഗുരുവിനെ സമീപിച്ച് ആ ഭാവം അറിയുന്ന ഗുരുവിനെ ആ ഭാവമായി കണ്ട് ആദ്യം സേവിക്കുന്നു. ഗുരുവിലൂടെ ആ തത്വത്തെ ഗ്രഹിച്ച് ആ തത്വത്തെ ഉപാസിക്കുന്നു. ക്രമേണ ആ തത്വത്തെ അറിയുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. അതിനെ അറിഞ്ഞവൻ അതായി ഭവിക്കും. കാരണം അറിയുക എന്നുള്ള ക്രിയ അവിടെ അവസാനിക്കുന്നു. അതാണ് വാസ്തവത്തിൽ എല്ലാ അറിവിന്റെയും ഉറവിടം. അപ്പൊ അറിയുന്നവൻ ആ പ്രതിബിംബം തൻ്റെ ബിംബത്തിൽ ചെന്ന് ലയിക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ താൻ എന്താണെന്ന് തിരിച്ചറിയുകയാണ്. ആ അറിവുണ്ടാവുമ്പോൾ താൻ പരമാത്മാവാണെന്ന് അറിഞ്ഞു. അപ്പൊ ഈശ്വരഭാവേന ഉപാസിച്ചു. പരമാത്മസ്വരൂപനായ ശ്രീരാമചന്ദ്രനെ തൻ്റെ ഉള്ളിലുള്ള ആത്മാവായിട്ട് ഉപാസിച്ചു. ആ ഉപാസനയിലൂടെ ക്രമേണ ആചാര്യന്റെ ഉപദേശത്തിലൂടെ അടുത്തേക്ക് ചെന്ന് ഭേദം പരിപൂർണമായി ഒഴിവാക്കി അതായി ഭവിച്ചു. ഞാൻ അതാകുന്നു എന്ന ബോധം സിദ്ധിച്ചു. അതാണ് മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. അതിലൊരു സംശയവും ഇല്ല. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. അപ്പോൾ ഇത് അറിയണമെങ്കിൽ അതിന് പ്രധാനമായ യോഗ്യത ഭക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഭക്തി ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ശാസ്ത്രങ്ങള് അവർക്കൊരു ഗർത്തമായിട്ട് ഭവിക്കും, കുഴിയായിട്ട് ഭവിക്കും. വാസ്തവത്തിൽ ഈ പറഞ്ഞ തത്വത്തെ മുഴുവൻ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശാസ്ത്രങ്ങൾ. ശാസിക്കുന്നവയാണ് അത്. അപ്പൊ എന്തിനെയാണ് നമ്മൾ അറിയേണ്ടത്, എങ്ങനെയാണ് അറിയേണ്ടത് എന്നത് പറഞ്ഞു തരുന്നു. അപ്പൊ ഭക്തി ഇല്ലാത്ത ഒരാൾ അതിനെ സമീപിച്ചാൽ അയാൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ തൻ്റെ തലയിലേക്ക് സ്വീകരിക്കും. തലയിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലിട്ട് ഇങ്ങനെ മനനം ചെയ്തുകൊണ്ട് കളിക്കും. അപ്പൊ ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ അയാളുടെ മനസ്സിൽ രൂപപ്പെടും. ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും. ഈ ചിന്തകളെ അയാൾ അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം മനസ്സും ബുദ്ധിയും ശാന്തമായി അതിനതീതമായ ഭാവം സിദ്ധിക്കുമ്പോഴേ ഈ രഹസ്യം വെളിവാകുന്നുള്ളൂ. അപ്പോൾ മാത്രമേ തത്വജ്ഞാനം ഉദിക്കുന്നുള്ളൂ. എന്നാൽ മനസ്സിലിട്ട് മനനം ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തി തനിക്ക് ഒരുപാട് അറിവുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു. കാരണം അയാൾക്ക് ഉപാസനയില്ല, ഭക്തിയില്ല. അപ്പൊ അയാൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിന്തിച്ചുകൊണ്ട് എനിക്കത് കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്നു. ചിന്തിക്കാൻ പറ്റാത്ത പൊരുളിനെ കുറിച്ച് ചിന്തിച്ചാൽ അതെപ്പോഴെങ്കിലും ലഭിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. അപ്പൊ അതുകൊണ്ട് ശാസ്ത്ര വിചാരം അയാൾക്കൊരു കുഴിയിൽ ചാടുന്ന പോലത്തെ പ്രവൃത്തിയാകും. അതുകൊണ്ടാണ് ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. അതിൽ പോയിട്ട് അവരിങ്ങനെ മോഹിക്കും. ഭക്തി എന്താണ് ഇതിവിടെ പറയേണ്ട ആവശ്യമുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ പ്രേമമാണ്. പ്രേമം മനസ്സിന് സഹജമായിട്ടുള്ളതാണ്. പല വസ്തുക്കളോടും അതിനുണ്ട്. ആ പല വസ്തുക്കളോടുമുള്ള പ്രേമത്തെ, അതായത് മനസ്സിന്റെ ഏകാഗ്രമായ ഒഴുക്കാണ് പ്രേമം. ആ പ്രേമത്തെ സദ്വസ്തുവായ പരമാത്മവസ്തുവായ ഈശ്വരനിലേക്ക് തിരിച്ചാൽ, ഈശ്വരൻ എവിടെയാണ്? നമ്മുടെ എല്ലാം ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ ശോഭിക്കുന്ന പരമാത്മാവിനെ നമ്മൾ പ്രേമിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ ആ ദിശയിലേക്ക് ഏകാഗ്രമായി ഒഴുക്കുകയാണെങ്കിൽ അത് ഭക്തിയാണ്. ആ ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായും ശാന്തമാകും. കുറച്ച് സമയമെടുക്കും, പക്ഷെ അതിന് ശാന്തി ഉണ്ടാവും. കാരണം പുറത്തേക്കുള്ള ഒഴുക്ക് കുറയും.
അങ്ങനെ അത് ശാന്തമാകാൻ തുടങ്ങുമ്പോൾ മനസ്സകത്തേക്ക് ഏകാഗ്രമായി ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഏകാഗ്രത ക്രമേണ മനസ്സിനെയും ശാന്തമാക്കും, ബുദ്ധിക്ക് തെളിമ ലഭിക്കും, ക്രമേണ ബുദ്ധിയും ലയിക്കും, പിന്നീട് ഞാൻ മാത്രം ശോഭിക്കും. അപ്പോൾ പരമപ്രേമമായ ഭക്തി, അതായത് മനസ്സിന്റെ ഏകാഗ്രമായ ആത്മാവിലേക്കുള്ള പ്രവാഹം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാവം ലഭിക്കൂ. കാരണം അവിടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. ആ വസ്തു ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിൽ കളിക്കുകയല്ല, മനസ്സിന്റെ ശ്രദ്ധയെ നമ്മൾ അകത്തേക്ക് തിരിക്കുകയാണ്. ഒരു പരിണാമവും ഇല്ലാതെ നിശ്ചലമായ എല്ലാത്തിൻ്റെയും സാക്ഷിയായിരിക്കുന്ന പൊരുൾ അത് സത്യവസ്തുവാണെന്ന് മനസ്സിലാക്കി ഗുരുവിന്റെ കൃപ കൊണ്ട് അതിലേക്ക് നമ്മൾ തിരിയുകയാണ്. അപ്പോൾ ഗുരുവിനോടുള്ള ഭക്തിയും ആത്മാവിനോടുള്ള ഭക്തിയും ഇവിടെ ഭക്തിപദം കൊണ്ട് സൂചിപ്പിച്ചു. ഈ ഒരു ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ലയം സിദ്ധിച്ചുകൊണ്ട് മുക്തി കിട്ടും. ആ പരമാർത്ഥം നമുക്ക് സുവ്യക്തമാകും. ഈ ഭാവം ഇല്ലെങ്കിൽ മനസ്സിനെ ഏകാഗ്രമായി പ്രവഹിച്ച് അതിൽ ലയിപ്പിക്കുക. കാരണം വാസ്തവത്തിൽ ഭക്തി ശരണാഗതിയാണ്. ഞാൻ പൂർണ്ണമായി അതിൽ സമർപ്പിതനാകുമ്പോൾ അത് മാത്രം ശോഭിക്കുന്നു. അപ്പൊ എൻ്റെ ഈ പരിമിതമായ ശരീര മനോബുദ്ധികളിൽ നിൽക്കുന്ന അഹന്ത പരിപൂർണമായി അതിൽ സമർപ്പിക്കണം, ആ ആത്മാവിൽ സമർപ്പിക്കണം. അതാണ് ഭക്തി. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പിന്നെ എവിടെ ആത്മാവ് മാത്രം ശോഭിക്കും. അത് പരമമായ ഭാവമാണ്. അത് സിദ്ധിക്കാൻ നമുക്ക് ഭക്തി കൂടിയേ തീരൂ. ഭക്തി ഇല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം തന്നെ ജ്വലിച്ചു നിൽക്കും. അഹങ്കാരം എപ്പോഴും ഭേദബുദ്ധിയെ വളർത്തും. അപ്പോൾ ഒരുപാട് ശാസ്ത്ര വിചാരം നടത്തിയാൽ ഒരുപാട് അറിവ് കിട്ടും. ശാസ്ത്രങ്ങളൊക്കെ കോട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വിസ്തരിക്കാൻ പറ്റും, പലർക്കും പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റും, വളരെയധികം കീർത്തിയും യശസ്സും ഒക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ ഒരല്പം പോലും ആ വസ്തുവിൻ്റെ അടുത്തേക്ക് അവൻ അടുക്കുകയില്ല. അവൻ അവിടെ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുഴിയിൽ വീണ പോലെ ചാടി വീണു മോഹിച്ചിടുന്നു എന്ന് പറയുന്നത്. അവൻ മോഹിക്കുകയാണ്, അവന് കിട്ടിയെന്ന് അവൻ തെറ്റിദ്ധരിക്കും. ഇപ്പൊ ചെറിയ പ്രായത്തിലൊക്കെ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഭക്തി പരിപൂർണമായി വന്നിട്ടില്ല. ഗുരുവിലും അതുപോലെ ഈശ്വരനിലും ഭക്തി ഉദിച്ചിട്ടില്ല. വെറും തത്വം ഇങ്ങനെ മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിശാലികളായിത്തീരും. അപ്പോൾ ഒരുപാട് അറിവ് അവർക്കുണ്ടാവും, പക്ഷെ അനുഭവം ഒരല്പം പോലും ഉണ്ടാവില്ല. അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഒരു ഗുണവും അവർക്ക് കിട്ടില്ല. അറിവുള്ളത് കൊണ്ട് അനുഭവത്തിന് വേണ്ടിയുള്ള സാധനയും അവർ ചെയ്യില്ല. അപ്പോൾ നിരർത്ഥകമായ ജീവിതമായിട്ട് ഭവിക്കും. കാരണം ആ ചെറുപ്പത്തിന്റെ ഒരു ആവേശം ഉണ്ടാവും. അപ്പൊ വളരെയധികം അഹങ്കാരികളായിട്ട് അവർ തീരും. അവർക്ക് പരമപദം കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് മോഹിച്ചിടുന്നു എന്ന് എടുത്തു പറയുന്നത്. അപ്പൊ ഭക്തി ഉള്ളവർക്ക് കിട്ടും, ഭക്തി ഇല്ലാത്തവർക്ക് പറയുന്നു ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഭക്തിയുണ്ടെങ്കിൽ അത് നേടാം, ഭക്തി ഇല്ലെങ്കിൽ അത് കിട്ടുകയില്ല. എപ്പോൾ? 100,000 ജന്മം കൊണ്ടും. അതായത് എത്ര തവണ നമ്മൾ ഈ അറിവിനെ സമ്പാദിച്ചാലും ഈ അറിവ് നമുക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഭക്തിയില്ല, ഏകാഗ്രമായ ചിത്തപ്രവാഹം നമുക്ക് സിദ്ധിച്ചിട്ടില്ല. നമ്മൾ ഞാനെന്ന ഭാവത്തെ മുറുകെ പിടിച്ച് അതിനൊരുപാട് അലങ്കാരമായി കിരീടങ്ങളും ആഭരണങ്ങളുമായിട്ട് അറിവിനെ ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ ശോഭിച്ചു എന്ന് വരാം, പക്ഷെ ഒരിക്കലും ഈശ്വരങ്കൽ നമ്മൾ എത്തുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രയാണം വ്യർത്ഥമാണ്. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. യഥാർത്ഥത്തിലുള്ളത് തത്വം, അതിന്റെ സ്വരൂപം എന്തോ അത് തത്വം. അതിന്റെ ജ്ഞാനം അവന് സിദ്ധിക്കില്ല. അതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് രുചിക്കാൻ പറ്റില്ല, അനുഭവിക്കാൻ സാധിക്കുകയില്ല. അമൃതത്തെക്കുറിച്ച് എത്ര കേട്ടാലും അമൃതം കുടിച്ചതിന്റെ ഫലം കിട്ടുകയില്ല. അമൃതം കുടിച്ചാലേ അത് കിട്ടൂ. ഔഷധം വാങ്ങി അടുത്തു വെച്ചു, ഔഷധത്തെ ചേർത്ത് പിടിച്ചു നിന്നാലും നമുക്ക് ഗുണം ചെയ്യില്ല. ഔഷധം സേവിക്കുക തന്നെ വേണം. അപ്പൊ തത്വത്തെ ഗ്രഹിക്കുക തന്നെ വേണം. ആ തത്വജ്ഞാനം ഉണ്ടാവാൻ ഭക്തി കൂടിയേ തീരൂ. ഭക്തി ഇല്ലെങ്കിൽ തത്വജ്ഞാനമില്ല, കൈവല്യവുമില്ല. കേവലമായ അവസ്ഥയാണ് കൈവല്യം. കേവലം ഒന്നു മാത്രമായ ഭാവം. ഇവിടെ പലതുണ്ടെന്ന് പറഞ്ഞു, മായയുണ്ടെന്ന് പറഞ്ഞു. ആ മായ പരിപൂർണമായി ലയിച്ച് ഞാൻ മാത്രം എന്ന ഭാവമാണ് കൈവല്യം. അത് സിദ്ധിക്കണമെങ്കിൽ ഭക്തി കൂടിയേ തീരൂ. ഭക്തി ഇല്ലാത്തവർക്ക് അത് കിട്ടുകയില്ല. ഇപ്പൊ ഇവിടെ ഭക്തി എന്ന് പറഞ്ഞു, നമ്മൾ ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സും ബുദ്ധിയും ബഹിർമുഖമായിരിക്കും, ബുദ്ധി മനസ്സിന് അടിമപ്പെട്ടിട്ടായിരിക്കും. ഇതാണ് ഏറ്റവും തുടക്കക്കാരന്റെ തലം. ഈ തലത്തിൽ നിൽക്കുന്ന നമ്മൾ പുറമെയാണ് ഒഴുകുന്നത്. അപ്പൊ പുറമേ ഉള്ളതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു പൊരുളിനെ നമ്മൾ പുറമേ തന്നെ സങ്കല്പിക്കുന്നു. ഇത് മുഴുവൻ ഈശ്വരനാണെന്നും ആ ഈശ്വരന് നമ്മൾ ഒരു രൂപവും നാമവും കൽപ്പിക്കുന്നു. അങ്ങനെ ഒരു രൂപവും നാമവും കൽപ്പിച്ച് ആ പൊരുളിനെ നമ്മൾ ഉപാസിക്കുന്നു.
അപ്പൊ ആദ്യം ഭക്തി ബാഹ്യമാണ്, പ്രാകൃതമായ തലത്തിൽ അത് ബാഹ്യമാണ്. അങ്ങനെ ഉപാസിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പുറമേ കാണുന്ന വസ്തു തന്നെയാണ് നമ്മുടെ അകത്തുമുള്ളത്. പുറമേക്കുള്ള ഉപാസന വളരെയധികം വർദ്ധിക്കുമ്പോൾ മനസ്സിന് സൂക്ഷ്മത കിട്ടും. സൂക്ഷ്മത കിട്ടിയ മനസ്സിന് ക്രമേണ അന്തർമുഖനാകാൻ സാധിക്കും. അപ്പൊ ആദ്യം പുറമേക്ക് കുറെ ഒഴുകും, ബാഹ്യമായ രൂപവും നാമവും പിടിച്ചുകൊണ്ട് നടക്കും. ക്രമേണ അതകത്തേക്ക് തിരിയും. അകത്തുള്ള പൊരുളാണ് താൻ ഇത്രയും കാലം പുറത്തുപാസിച്ചതെന്ന് മനസ്സിലാക്കും. ക്രമേണ അതിൽ ചെന്ന് ലയം സിദ്ധിക്കും, കൈവല്യം നേടാൻ പറ്റും. ഇങ്ങനെയാണ് ഭക്തി നമ്മളെ മുക്തരാക്കുന്നത്. ഭക്തി ഇല്ലെങ്കിലോ നമ്മൾ ശാസ്ത്രം പഠിച്ചുകൊണ്ട് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. ശാസ്ത്രം അറിയുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അവർക്ക് ആനന്ദം കിട്ടിയിട്ടില്ല. കാരണം ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. ആ ആനന്ദം അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഒരുപാട് അറിവുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിസ്സഹായമായ അവസ്ഥയാണ്. കാരണം സാധന ചെയ്യാൻ പോലും അവർക്ക് തോന്നുകയില്ല, കാരണം അറിവുണ്ട്. എന്നാൽ സാധന അവർക്ക് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ അവർ പെട്ടുപോകും. അതാണ് സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. തുടർന്ന് പറയുന്നു, പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇത് ഒരു നാളും മത്ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ. ഞാൻ ആരാ? ശ്രീരാമചന്ദ്ര പ്രഭു പറയുകയാണ്, ഞാൻ പരമാത്മാവാണ്. നിന്റെ എല്ലാം പ്രതിബിംബങ്ങളായി നിൽക്കുന്ന, നിങ്ങളുടെ എല്ലാം മൂലബിംബമായിരിക്കുന്നത് ഞാനാണ്. എൻ്റെ പ്രതിബിംബങ്ങളാണ് നിങ്ങൾ എല്ലാവരും. ഹനുമാൻ സ്വാമിയും മറ്റുള്ള എല്ലാവരും, നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പ്രതിബിംബമാണ്. ആ എൻ്റെ ഹൃദയം രഹസ്യം ഇത്. ഇപ്പൊ ഞാൻ നിനക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നത് എൻ്റെ രഹസ്യമാണ്, എൻ്റെ സ്വരൂപമാണ്. കിരീടമൊക്കെ ധരിച്ച്, ആഭരണങ്ങളെല്ലാം ധരിച്ച്, ഒരു ചുവന്ന പട്ടുടുത്തുകൊണ്ട് അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന, കോദണ്ഡപാണിയായി നിൽക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവായി ശോഭിക്കുന്ന ഞാൻ വാസ്തവത്തിൽ പരമാത്മാവാണ്. നാമവും രൂപവും ഇല്ലാത്ത പൊരുളാണ്, കേവല വസ്തുവാണ്. ആ എൻ്റെ പ്രതിബിംബമാണ് ഈ കാണുന്നതെല്ലാം. ഈ രൂപം നാമമടക്കം ഇവിടെയുള്ളതെല്ലാം എൻ്റെ പ്രതിബിംബം മാത്രമാണ്. ഞാനാണ് മൂലബിംബം. ഈ സത്യത്തെ നീ അറിയുക. ഈ ഒരു രഹസ്യത്തെയാണ് ഞാൻ നിനക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നത്. ഇതിനെ നീ അറിയുക. എന്നിട്ട് പറയുന്നു, ഇത് ഒരു നാളും മത്ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ. അപ്പൊ നിനക്ക് ഞാനിത് പറഞ്ഞു തന്നു. ഇതിന് നീ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്നോടുള്ള ഭക്തിയുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരു രൂപം എടുത്തുകൊണ്ട് നിൽക്കുന്ന ഈശ്വരൻ ഉണ്ടെന്ന ബോധമുള്ളവന് മാത്രമേ ആ ഈശ്വരനെ ഉപാസിക്കാൻ പറ്റൂ. ഇപ്പൊ ഈശ്വരൻ എന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ വെറും തോന്നലാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഉപാസന ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഉപാസന നടത്താൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിന് ശുദ്ധി വരികയില്ല. ശുദ്ധി വരാത്ത മനസ്സുകൊണ്ട് അന്തർമുഖത്വം സാധ്യമല്ല. അന്തർമുഖത്വം ഇല്ലാത്ത മനസ്സിന് പരമാത്മ ദർശനവും സിദ്ധിക്കുകയില്ല. അപ്പോൾ പരമപദം, ആ തത്വജ്ഞാനം, ആ കൈവല്യം നേടണമെങ്കിൽ ഭക്തി കൂടിയേ തീരൂ. അപ്പൊ ഞാൻ ഈശ്വരനാണെന്നും എന്നോട് ഭക്തിയുണ്ടെന്നുമുള്ള ഭാവം ആരിൽ തിളങ്ങിക്കാണുന്നുവോ അവർക്കൊക്കെ നീ ഇത് കൊടുത്തു. അവരിതിന് അധികാരികളാണ്. പക്ഷെ ആ ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് പോലും നീ ഉപദേശം കൊടുക്കരുത്. കാരണം ഇതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ദോഷമുണ്ടായെന്നും വരാം. കാരണം അവരിതിനെ നിന്ദിച്ചു എന്ന് വരാം. അപ്പൊ നിന്ദിക്കുമ്പോൾ അതിന്റെ ദോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കിത് കൊടുക്കരുത് എന്നിവിടെ പ്രത്യേകിച്ച് പറയുന്നു. പറഞ്ഞറിയിക്കരുതെടോ. പരമോപദേശം ഇല്ലിതിൻ മീതെയൊന്നും. ഇതിനേക്കാൾ വലിയ ഒരു ഉപദേശം ഇല്ല. നീ അറിയേണ്ടത് ഇത്ര മാത്രമാകുന്നു എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ അവസാനത്തെ വരിയിൽ. ഇതിനേക്കാൾ മീതെ മറ്റൊരു ഉപദേശമില്ല. ഇത് മാത്രം നീ അറിഞ്ഞാൽ മതി. ഇവിടെ കാണുന്നത് മുഴുവൻ പ്രതിബിംബമാണ്, മായയാണ്. ആ മായ എൻ്റെ തേജസ്സാണ്. ഞാനാണ് യഥാർത്ഥത്തിലുള്ളത്. ഞാൻ കേവല വസ്തുവാണ്. എൻ്റെ പ്രാപ്തിയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് നേടിയാൽ കൈവല്യം സിദ്ധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഗുരുവിനെ സമീപിക്കുക. എങ്ങനെ? ഭക്തിയോടുകൂടി ഗുരുവിൻ്റെ ഉപദേശം ശ്രവിച്ച് എന്നെ ഉപാസിക്കുക. ആദ്യം ബാഹ്യമായും പിന്നീട് അകത്തും. അപ്പൊ ഗുരു പറയുന്നു ഈശ്വരൻ ഉണ്ട്, ആ ഈശ്വരനെ ഭജിക്കൂ എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ, ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ ഉപാസന നടത്തുകയില്ല, ഗുരു നിന്ദയും നടത്തും. അതുകൊണ്ട് നമുക്ക് വിശ്വാസം ഗുരുവിൽ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ബാഹ്യമായി ഉപാസിച്ച് ക്രമേണ ആ ഉപാസനയെ ആന്തരികമാക്കി നമ്മുടെ തന്നെ സ്വരൂപമായിരിക്കുന്ന എന്നെ തിരിച്ചറിയുക എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു പറയുകയാണ്. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതിനേക്കാൾ വലിയ ഒരു രഹസ്യം, ഉപദേശം ഇനി ഇല്ല.
ഇത് മാത്രം മനനം ചെയ്താൽ മതി, കിട്ടേണ്ടത് കിട്ടും എന്നുറപ്പിക്കുകയാണ് രാമചന്ദ്ര മഹാപ്രഭു. ഈ ഒരു ഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ഭക്തി എന്ന സാധനയെ അനുഷ്ഠിക്കുകയാണ് രാമായണ പാരായണത്തിലുടനീളം. രാമായണമൊക്കെ പാരായണം ചെയ്യുന്നവർ ഈ ഒരു പൊരുള് നന്നായി ഗ്രഹിക്കണം. രാമൻ പുറമേയുള്ളവനല്ല, നമ്മുടെ തന്നെ സ്വരൂപമാണ്. പക്ഷെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വരെയും നമ്മൾ പുറത്തൊരു നാമവും രൂപവും കൽപ്പിച്ച് ഉപാസിക്കുകയാണ്. അങ്ങനെ ഗുരുവിന്റെ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് ഉപാസിച്ച് നമ്മൾ ക്രമേണ ആ തത്വത്തെ ഗ്രഹിക്കണം. ഇപ്പം നല്ല ആചാര്യനെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം ഇവിടെ ഈ അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നവർക്ക് തുഞ്ചത്ത് ആചാര്യൻ തന്നെ ആചാര്യനാണ്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ഉപദേശമാണ്. അപ്പം അദ്ദേഹത്തെ മനസ്സിൽ ഗുരുവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശമാണിതെന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ഇത് പഠിച്ചാലും നമുക്ക് ഗുരുവിൻ്റെ ഉപദേശം കിട്ടിയതിൻ്റെ ഫലം കിട്ടും. അങ്ങനെ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ഉപാസന തുടരുക, രാമനെ ഭജിക്കുക. ആ ഭജനത്തിലൂടെ ക്രമേണ രാമപ്രാപ്തി, ആത്മസാക്ഷാത്കാരം, കൈവല്യം നമുക്ക് സിദ്ധിക്കും. അതുറപ്പാണ്. ഇതാണ് അധ്യാത്മ രാമായണത്തിൽ വരുന്ന ശ്രീരാമ ഹൃദയം എന്നുള്ള ഭാഗം. വളരെ സുന്ദരമായ ഭാഗമാണ്, ചെറിയ ഒരു ഭാഗമാണ്, പക്ഷെ വളരെ പ്രസക്തമായ ഉപദേശമാണ്. അപ്പൊ ഈ ഉപദേശത്തെ ഓരോ രാമഭക്തനും മനനം ചെയ്യണം, ഓരോ ഭക്തനും മനനം ചെയ്യണം. അങ്ങനെ മനനം ചെയ്ത് ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ പ്രേരണയാൽ വേണം ഉപാസന ആരംഭിക്കാൻ. ഇപ്പം രാമായണമൊക്കെ പാരായണം ചെയ്യുന്നവർ ഈ തത്വം നന്നായി ഉൾക്കൊണ്ട് പാരായണം ചെയ്യുക. ആ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ഭാഗ്യം ആ ഭഗവാന്റെ കരുണ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീരാമ ഹൃദയത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിക്കും നമസ്കാരം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.